യേശു യെരിഹോവിലൂടെ നടന്നു പോകുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സക്കായിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, അവൻ വളർച്ചയിൽ കുറുകിയവനായിരുന്നു. 2, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. സാമ്പത്തികമായൊക്കെ അത്യാവശ്യം വരുമാനമുള്ള എന്നാൽ നീളം കുറഞ്ഞ ഒരു മനുഷ്യൻ. അവനൊരാഗ്രഹം യേശുവിനെ കാണണം. ഒരു പക്ഷേ യേശുവും വലിയൊരു ജനാവലിയും വരുന്നത് കണ്ടിട്ടാകണം ഇദ്ദേഹം ഓടി ഓടി മുൻപിലേക്ക് വന്ന് ഒരു അത്തിമരത്തിൽ കയറുക. യേശു ആ വഴി വരുമ്പോൾ യേശു ഈ മനുഷ്യനെ വിളിച്ചു പറയുന്നു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അങ്ങനെ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് കാണുന്നത്. യേശുവിനെ കാണണം, യേശു എങ്ങനെയുള്ളവൻ എന്ന് അറിയണം. പലർക്കും ആഗ്രഹമുണ്ട് യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ ഒന്ന് കാണണം. നമ്മുടെ ചുറ്റും യേശുവിനെ അറിയാത്ത ആളുകളുണ്ട്, യേശുവിനെ അറിഞ്ഞവരുണ്ട്, എന്നാൽ യേശുവിനെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താണ് യേശുവിനെ നമുക്ക് കൂടുതൽ അറിയാനും അടുക്കാനും തടസ്സമായി നിൽക്കുന്നത്? പല സമയത്തും നമ്മുടെ ചുറ്റുമുള്ള പുരുഷാരം ഒരു തടസ്സമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളായിരിക്കും, ഉത്തരവാദിത്തങ്ങളായിരിക്കും, അവരുടെ വാക്കുകളായിരിക്കും, നമ്മുടെ ചുറ്റും കാണുന്ന ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലാൻ അവരും കാരണമായി തീർന്നേക്കാം. ചിലരെങ്കിലും നമ്മളെ കൂടുതൽ കർത്താവിനോട് അടുപ്പിക്കുമ്പം ചില നമ്മെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയും. പുരുഷാരം, ആൾക്കൂട്ടം എപ്പോഴും ഒരു തടസ്സമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒറ്റയ്ക്കാകുമ്പോഴാണ് നാം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉള്ളപ്പം ഒരുപക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നില്ല. ജീവിതത്തിലെ ഏകാന്തതയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമാണ് കൂടുതൽ ആളുകളും ദൈവത്തോട് അടുക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അടുക്കാനും ദൈവത്തെ കൂടുതൽ അറിയാനും ഇത് കാരണമായി തീരും. അപ്പോൾ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പുരുഷാരം ഒരു തടസ്സമായിരുന്നു. ഒപ്പം അവൻ കുറിയവനാകുന്നു. പല ആളുകളും ആത്മീകമായി കുരുട് ബാധിച്ചവരാണ്. ആത്മീകമായിട്ട് അവർക്ക് ഉയർച്ചയില്ല. 10 വർഷമായി, 20 വർഷമായി, 50 വർഷമായി ക്രിസ്ത്യാനിയാണ്, ബൈബിൾ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷേ അവർ ആത്മീകമായി നീളം കുറഞ്ഞവരാണ്. ആത്മീകമായി വളർച്ച പ്രാപിച്ചിട്ടില്ല. ആത്മീകമായി വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ മരത്തെ കയറേണ്ടി വരുന്നത്. അതുപോലെ മറ്റു പല വഴികൾ കണ്ടെത്തേണ്ടി വരുന്നത്. ദൈവത്തെ കാണാൻ എന്ന് പറഞ്ഞ ആളുകൾ ഓടി നടക്കാറുണ്ട്. ആത്മീകമായി അവർക്ക് കുരുട് ബാധിച്ചിരിക്കുന്നു. ആത്മീകമായി അവർക്ക് നീളമില്ലാതെ പോയിരിക്കുന്നു. അപ്പം നമ്മൾ പലപ്പോഴും ആത്മീകമായി വളരുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയത്തില്ല. വചനം തന്നെ പറയുന്നുണ്ട്, ആ വചനമെന്ന പാല് കുടിക്കാൻ ആഗ്രഹിക്കണം, വളരാൻ, ആത്മീകമായി വളരാൻ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം യേശുവിനെ അറിയണം, യേശുവിനെ കാണണം എന്നുള്ളതാണ്. തടസ്സങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിന് നീളം കുറവാണ്, അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ട്. എന്നാൽ അവൻ മുന്നോട്ട് ഓടാൻ തീരുമാനിച്ചു. നിൽക്കണ്ട, നിങ്ങളവരുടെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല, മുൻപോട്ടൊന്ന് നീങ്ങ്, സ്ഥലമൊന്നും മാറുക. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിനെ അറിയാൻ തടസ്സമായേക്കാം. പല ആളുകളും ജോലിക്കും ഹോസ്റ്റലിലും ഒക്കെ പോയപ്പോഴായിരിക്കും കർത്താവിനെ കൂടുതൽ അറിഞ്ഞത്. എന്നാൽ ചില ആളുകൾ വീണ്ടും മുന്നോട്ട് ഓടേണ്ടി വരുന്നുണ്ട്, വീണ്ടും അല്പം കൂടെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് സക്കായി ഓടിയെന്നാണ് പറയുന്നത്. അല്പം കൂടെ ഒന്ന് വേഗം കൂട്ടിക്കാതെ, അല്പം കൂടെ ഒന്ന് കൂടുതൽ ദ്രുതഗതിയിൽ അവൻ ഓടുകയാണ്. യേശുവിനെ കാണണം. നമ്മുടെയൊക്കെ ആഗ്രഹം അതായിരിക്കട്ടെ, എനിക്ക് യേശുവിനെ കാണണം. അതിനേക്കാളെല്ലാം വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇന്നല്ലെങ്കിൽ നാളെ നിത്യതയിൽ എനിക്ക് എൻ്റെ യേശുവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൊണ്ട് നമ്മുടെ ഓട്ടം തീരുന്നില്ല. അങ്ങനെ ഓടി തികച്ചു കഴിയുമ്പോഴാണ് പൗലോസിനെ പോലെ പറഞ്ഞത്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കണം. നമ്മുടെ ആഗ്രഹം കർത്താവിനെ മുഖാമുഖം കാണണം, യേശുവിനെ മുഖാമുഖം കാണണം, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോഴാണ് നമ്മുടെ കാലുകൾക്ക് വേഗം കൂടുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നത്. അലസരായി മടിയരായി ഉറങ്ങിത്തൂങ്ങി നമ്മൾ ജീവിക്കുകയല്ല, അതിനേക്കാൾ ഉപരിയായി അല്പം കൂടെ ആത്മീകമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് ആത്മീകമായി ഒന്ന് ഓടാനും അതിനുശേഷം ഒന്ന് പറക്കാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിനെ കാണാൻ അവൻ കാട്ടത്തി വഴി കയറി അവൻ ഓടിയെന്നാണ് പറയുന്നത്. അവൻ യേശുവിനെ കണ്ട്, യേശു പറയുന്ന ഇറങ്ങി വാ. യേശുവിനെ കാണണമെങ്കിൽ നാമും ഇറങ്ങിച്ചെല്ലണം, യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. കാരണം യേശുവിന് ആഗ്രഹം നമ്മളെ ഒന്ന് കാണണമെന്ന, നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന, അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെന്ന. യേശുവിന് നമ്മുടെ വീട്ടിൽ സ്ഥാനം കൊടുത്ത് പള്ളിയിലും കുരിശുതൊട്ടിയിലും സ്ഥാനം കൊടുക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുന്നു. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ നമ്മുടെ ജീവിതം മാറും, ചിന്താഗതികൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ട്. അവൻ പറയുക, ഞാൻ പാപിയായ മനുഷ്യനാണ്, പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടായി. അവൻ പറയുന്നത്, എനിക്ക് ഞാൻ പിടിച്ചു വാങ്ങിച്ചത് അല്ലെങ്കിൽ അന്യരോടൊക്കെ കൂടുതൽ വാങ്ങിച്ചൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാം.
അങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ആളുകൾ അറിയട്ടെ, ജീവിതത്തിൻ്റെ രൂപാന്തരം ആളുകൾ അറിയട്ടെ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ യേശുവിനെ ഒന്നുകൂടെ അടുത്തറിയാനും ഒന്നുകൂടെ കാണാനും നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് പറഞ്ഞ കർത്താവ്, എനിക്ക് അങ്ങ് കൂടുതൽ അറിയണം. എവിടെ? നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളിലൂടെ യേശുവിനെ അറിയണം. അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ യേശുവിനെ കാണണം. കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നതിലൂടെ യേശുവിനെ കാണണം. ദൈവസ്നേഹം മറ്റുള്ളവരിൽ പ്രകടമാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.